ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു മോർണിംഗ് രാവിലെ അവൾ ഒരു 7 മണിയൊക്കെ ആയിട്ടാണ് നീക്കുക. ഒരു 6:30-7 മണിൻ്റെ ഉള്ളിൽ നീക്കും. തലേ ദിവസം നന്നായിട്ട് മഴ പെയ്തിരുന്നു പുലർച്ചയ്ക്ക്. അപ്പോൾ അതാണ് മാങ്ങയിലൊക്കെ വെള്ളം. പിന്നെ അതാ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ എടുക്കുക എന്നുള്ളത്. നല്ല ചൂടിൽ നിന്നൊരു ചെറിയ ആശ്വാസമുണ്ട്. മഴ പെയ്തപ്പോൾ നന്നായിട്ട് മഴ പെയ്തിരുന്നു രാത്രി. അപ്പോൾ കുറേ നേരം അവളേനായിട്ട് പുറത്തു കൂടെ നടന്നു. ബാക്ക് സൈഡിൽ കൂടെ ഒക്കെ പോയി അവൾക്ക് ഇങ്ങനെ ഇലകളും ചെടികളൊക്കെ ഇങ്ങനെ പോയിട്ട് തൊടുന്നതും അത് പൊട്ടിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡെയിലി അവളെ രാവിലെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. ടൈം ഒരു 7:40 ആയിട്ടുണ്ട്. അപ്പോൾ ആദുവിന് മോർണിംഗ് ഫുഡ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ അവളുടെ ഫുഡിനുള്ള കാര്യങ്ങൾ പോയിട്ട് നോക്കട്ടെ. രാവിലെ ഒരു ആപ്പിളാണ് കൊടുക്കുക. അപ്പോൾ കിച്ചണിലേക്ക് എത്തി ഞങ്ങൾ. ഡെയിലി ആപ്പിളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ആപ്പിള് ഇഷ്ടമേ അല്ല, എന്നാലും കൊടുക്കണതാണ്. വേറൊരു വഴിയില്ല, കാരണം അവൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ആപ്പിൾ എടുത്തപ്പോൾ അവൾക്ക് അങ്ങനെ ആപ്പിൾ വേണം എന്നുള്ള പോലെയാണ് അവളിരിക്കണത്. ഞാനതിൻ്റെ തൊലിയൊക്കെ കളയുകയാണ്. പ്യൂരി ആക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് വലിയ താല്പര്യമില്ല. വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കണത് അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് തന്നെ അടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ തൊലി കളയുകയാണ്. അതിനിങ്ങനെ ജോലി ചെയ്യണതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവൾ നമ്മളൊപ്പം കൂടും. അപ്പോൾ അത് അവൾ ആപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് പരിപാടി തുടങ്ങുന്നത്. ആദ്യം ഞാൻ അവളെ ചെയറിൽ കൊണ്ടിരുത്തി. പക്ഷെ അവൾ ബാക്കിലേക്കും അതും ഇതും ഓരോന്ന് നോക്കിയിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഈ ഐഡിയ എന്തായാലും നടക്കില്ല. ഇനി ഞാൻ അവസാനത്തെ കൈ കാലുമ്പിൽ ജസ്റ്റ് ഒന്ന് ഹെഡ് പൊക്കി വെച്ചിട്ട് തന്നെ കൊടുക്കുക ചെയ്യുക. ഒരു വായ എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് ആക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റെങ്കിലും ഞാൻ കഷ്ടപ്പെടണം. മുന്നൊക്കെ അവൾക്ക് ചെയറിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് കാട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയറിൽ തന്നെ അവൾ നീക്കാൻ തുടങ്ങും. ബെൽറ്റൊന്നും ഇട്ടിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു. അവളെ കഴിപ്പിക്കണ വീഡിയോ ഫുള്ള് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഉണ്ടായിരിക്കും. കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇനി അവൾക്കൊരു വിറ്റാമിൻ്റെ ഡ്രോപ്പ് കൊടുക്കാറുണ്ട്. അത് ഞാൻ എണീറ്റ വഴി കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മറന്നു. അപ്പോൾ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് കൊടുത്തത്. ഇത് പഠിക്കാൻ വരെ ഭയങ്കര മടിയാണ്. മുന്നൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ വായ തുറക്കുന്നതേ ഫുഡിനെ പേടിച്ചിട്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവണത്. കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ അവളൊരു 8 മണി കഴിഞ്ഞാൽ ഉറങ്ങും. ഉറങ്ങി എണീറ്റ പിന്നെ ഞാൻ കുളിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുളിച്ചിട്ട് കാണാം. കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ രാവിലെ കുളി കഴിഞ്ഞിട്ട് കോറ കൊടുത്തു. ഇപ്പോൾ അവൾ നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി ചിലപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും. ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോൾ കിടന്നുറങ്ങും അവൾ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ അവളേനെ ഒരുക്കുകയായിരുന്നു. കൺമക്ഷി എന്ന് എഴുതി കൊടുക്കുകയാണ്. ചിലപ്പോൾ അവൾ വേഗം നീക്കും ചെയ്യും കേട്ടോ. എഴുതി കൊടുക്കലൊക്കെ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൾ നീച്ചിട്ട് ഇങ്ങനെ നീച്ച് നിന്നിട്ട് എന്നെ വിളിക്കും. അപ്പോൾ അതാ പുരികൊക്കെ എഴുതി കൊടുത്തു. ഐബ്രോസ് മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ. വല്ലപ്പോഴൊക്കെയാണ് കണ്ണെഴുതാറുള്ളൂ. ഒരുപാട് മഷിയാകുമ്പോൾ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ പുരികവും അതേപോലെ ഒരു പൊട്ടും വെച്ച് കൊടുക്കും. അപ്പോൾ അത് അവളുടെ പൊട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യട്ടം കിടന്നുറങ്ങിക്കോട്ടെ. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്. അവൾ നീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ഒരു പണി നടക്കില്ല. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യട്ടെ. ആദ്യട്ടം നീച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ പോയിട്ട് കുളിച്ച് വന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.